നമസ്കാരം. കഥാ മജ്ലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഷാഫിയ ഷംസുദ്ദീൻ എഴുതിയ ഇല്ല എന്ന കഥ കേൾക്കാം. ഇല്ല. ദാ അടുപ്പിലെ തീ നോക്കണേ. ഇഡ്ഡലി വേവുമ്പോൾ എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ. കഴിക്കാനിരിക്കുന്നവർക്ക് അവിടെയുള്ളത് തികയില്ല. ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ പോലും കാണാത്ത അവൾ അടുപ്പിനടുത്തേക്ക് നീങ്ങി പാളി കത്തുന്ന തീയും നോക്കി കയ്യും കെട്ടി നിന്നു. രാവിലെ കുളിച്ചിറങ്ങിയതിൻ്റെ തണുപ്പിൽ പുതുപ്പെണ്ണ് അടുപ്പിലെ ചൂട് ആസ്വദിച്ച് സ്വപ്നം കണ്ടു നിന്നു എന്ന് വേണം പറയാൻ. ഇഡ്ഡലി ആയത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കേ. അവളെ ഞെട്ടിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിനടുത്ത് നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ഇഡ്ഡലി വെന്തോ? തൊട്ടുപുറകിൽ നിന്ന് ആരോ ചോദിക്കുന്നു. ഇല്ല, അവൾ ഉത്തരം പറഞ്ഞു. തീ കത്താതെ എങ്ങനെ വേവാനാ? അടുപ്പിൽ വിറക് വെച്ച് കൊടുക്ക്. തൊട്ടടുത്ത് നിന്ന് ആ ശബ്ദം അകന്നു പോകുന്നത് അവൾ അറിഞ്ഞു. എന്തോ തെറ്റ് ചെയ്തതുപോലെ അവരുടെ കൈകാലുകൾ വിറച്ചു. നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. എന്താ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത്? ഒരു നിമിഷം അവൾ ഓർത്തു. പെട്ടെന്ന് തെളിഞ്ഞ ബുദ്ധിയിൽ അവൾ കുനിഞ്ഞ് താഴെ നിന്ന് വിറകെടുത്ത് കനലിലേക്ക് തിരുകി. ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടി തുറന്നു. തീയിൽ വെന്തുരുകിയതിൻ്റെ അതുവരെ അടക്കി പിടിച്ച അമർഷമെല്ലാം ആവിയും ചൂടുമായി ആ പാത്രം പുറത്തേക്ക് തള്ളിയതായി അവൾക്ക് തോന്നി. അതിനുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന തട്ടുകൾ ഓരോന്നായി പുറത്തെടുത്ത് അവൾ കുത്തിപ്പൊളിച്ച് ഓരോ ഇഡ്ഡലിയും വേർപെടുത്തുമ്പോൾ ഞെക്കിയും ഞെരുങ്ങിയും അരികുപൊട്ടിയും അവയെല്ലാം അസഹിഷ്ണുത കാണിച്ചു. ഈശ്വര ഭഗവാനെ, ആരും ഈ ഇഡ്ഡലിയെ കുറ്റം പറയല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ അതെടുത്ത് കഴിക്കാനിരിക്കുന്നവർക്ക് മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. അടുക്കളപ്പണിയെടുക്കുന്ന തൻ്റെ പുത്തൻ ഭാര്യയെ നോക്കി പുതുമണമാളൻ അഭിമാനത്തോടെ കണ്ണിറുക്കി കാണിച്ചു. ആ സന്തോഷത്തിൽ അവൾ വീണ്ടും വീണ്ടും ഇഡ്ഡലി പാത്രം നിറച്ച് അടുപ്പ് കത്തിച്ചുകൊണ്ടിരുന്നു. ചൂടുള്ള ഇഡ്ഡലി എടുത്ത് കഴിക്കുന്ന പാത്രത്തിലേക്ക് ഇടുമ്പോൾ അവൻ എല്ലാവരും കേൾക്കാനായി വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇഡ്ഡലി നല്ല ടേസ്റ്റുണ്ട്. കേട്ടവരെല്ലാം പുച്ഛത്തോടെ പരസ്പരം നോക്കി പിറുപിറുത്തു. അയ്യേ, ഇതെന്താ ഇവൻ ആദ്യമായി കഴിക്കുന്ന പോലെ? അക്കൂട്ടത്തിൽ നിന്നും പരിഹാസച്ചിരിയോടെ അടുക്കളയിലേക്ക് വന്ന ഒരാൾ മൂക്ക് വിടർത്തിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ ആകപ്പാടെ ഒരു കരിഞ്ഞ മണമുണ്ടല്ലോ. എനിക്കൊന്നും അറിയില്ല എന്ന നിഷ്കളങ്കതയോടെ അവൾ നിന്നു. കരിയുന്നത് മറ്റൊന്നുമല്ല, ഇഡ്ഡലി പാത്രമാണ്. ഇത് കേട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഓടി വന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഇഡ്ഡലി പാത്രത്തെ അടുപ്പിൽ നിന്നും ആരോ ചാടിച്ചു. മൂടി തുറന്നു തട്ടുകൾ ഓരോന്നായി പുറത്തു നിരത്തി. അടിയിൽ അവസാന വെള്ളത്തുള്ളിയും കരിഞ്ഞതിൻ്റെ കറുപ്പ് നിറം അവളും കണ്ടു. ഇതെങ്ങനെ സംഭവിച്ചു? അവൾക്കൊന്നും പിടികിട്ടിയില്ല. എല്ലാവരും തന്നെ ഒരു കുറ്റവാളിയെപ്പോലെ നോക്കുന്നു. ഇതെങ്ങനെയാണ് തൻ്റെ കുറ്റമാകുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഈ പാത്രം ഇതെന്താ ഇങ്ങനെ എന്ന ഭാവത്തോടെ നേരിയ ചിരിയോടെ അവൾ നിന്നു. അപ്പോഴേക്കും ഒരു സ്ത്രീ പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു. തുടക്കത്തിൽ അല്പം ബഹളം വെച്ചെങ്കിലും പാത്രം പതിയെ ശാന്തമായി. വീണ്ടും അതിനെ പൊക്കിയെടുത്ത് അടുപ്പിന് മുകളിലേക്ക് ഇട്ടു. ഇഡ്ഡലി തട്ടുകളും മൂടിയും ഓരോന്നായി യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. പിരിഞ്ഞു പോകുന്ന പെണ്ണുങ്ങൾ ഉറക്കെ തന്നെ പറയുന്നുണ്ട്, ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വറ്റിയോ എന്ന് നോക്കാനുള്ള ബോധം പോലും ഇല്ല. ഇതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അവിടെ ഉണ്ടായിരുന്ന കെട്ടിക്കാത്ത എല്ലാ പെൺകുട്ടികളോടുമായി കൂട്ടത്തിൽ മുതിർന്ന സ്ത്രീയുടെ ഉപദേശവും വന്നു. കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ആവാതിരിക്കാൻ വീട്ടുപണിയൊക്കെ നല്ലോണം ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി വല്ലോൻ്റെയും വീട്ടിലേക്ക്. അവസാന പ്രകടനങ്ങളിൽ നിന്ന് എല്ലാം മനസ്സിലാക്കിയ അവൾ അടുപ്പിൽ നിന്നിറക്കിയ ഇഡ്ഡലി പാത്രത്തെപ്പോലെ ആറി തണുത്തു നിന്നു. തിളച്ചു മറിഞ്ഞാൽ മൂടി തുറന്ന് ആവിയും ചൂടും പുറത്തേക്ക് വിടാൻ തനിക്കായി ആരും വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എത്ര ചൂട് കൊണ്ടാലും ഒരേ തണുപ്പിൽ തന്നെ നിന്നു അവൾ കാലങ്ങളോളം. കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം.